നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് AC DC ബൾബ് അല്ലെങ്കിൽ ഇൻവെർട്ടർ ബൾബ് എന്നറിയപ്പെടുന്ന ഒരു LED ബൾബിനെ കുറിച്ചിട്ടാണ്. ഇതാണ് ആ ബൾബ്. ഇതൊരു മാജിക് ലാമ്പൊന്നും അല്ല, കണ്ടോ. ഇതൊരു മാജിക് ലാമ്പൊന്നും അല്ല, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ബൾബാണ്. അപ്പോൾ ഈ LED ബൾബിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിൻ്റെ കിറ്റ് അല്ലെങ്കിൽ പാർട്സ് എവിടെ നിന്നാണ് ലഭിക്കുക, ഏകദേശം എത്ര രൂപയോളം ചിലവ് വരും ഒരു ബൾബ് ഉണ്ടാക്കാൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. AC DC ബൾബ് അല്ലെങ്കിൽ ഇൻവെർട്ടർ ബൾബ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ബൾബുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ബൾബ് ഓഫാവും. ഇങ്ങനത്തെ LED ബൾബുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞാലും ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഈ ബൾബ് വീണ്ടും കത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഇൻവെർട്ടർ ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന ഒരു ബൾബാണിത്. ഇതൊരു 4-5 ബൾബുകൾ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു തുക മാത്രമേ ചിലവാവുള്ളൂ. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതതിൻ്റെ ഒരു ബോഡി, പിന്നെ ഡിഫ്യൂസർ, നമുക്കറിയാം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഡിഫ്യൂസർ. ഇനി ഇതാണ് അതിൻ്റെ ബാറ്ററി. ഇത് ഏകദേശം 2200 mAh ബാറ്ററിയാണ്. 2000 mAh ഉണ്ട്, 2600 ഉണ്ട്, 1100, ഇങ്ങനെ പല കപ്പാസിറ്റിയുള്ള ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഈ ബൾബ് എന്നുള്ള ബാക്കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇതിൻ്റെ ഡ്രൈവർ ബോർഡ്. അപ്പോൾ ഈ ഡ്രൈവർ ബോർഡ് പലതരത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് ട്രയാങ്കുലർ ടൈപ്പ് എന്ന് പറയും, ഇനി റൗണ്ട് ടൈപ്പിലുള്ള ബോർഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രൈവർ ബോർഡ് ഉണ്ടായിരിക്കും. ഇനി ഒരു LED PCB അല്ലെങ്കിൽ MCPCB എന്ന് പറയുന്ന ഹീറ്റ് സിങ്കോട് കൂടിയിട്ടുള്ള ഒരു LED പാനൽ. അപ്പോൾ ചില ബൾബുകളിൽ ഈ പാനലിൻ്റെ കൂടെ തന്നെ ഈ ഡ്രൈവർ ബോർഡും കൂടി ഉണ്ടായിരിക്കും. അതിനെ DOB ടൈപ്പ് എന്ന് പറയും. അപ്പോൾ അത്തരം നമ്മൾ ബോർഡ് ഉപയോഗിച്ചുള്ള കുഴപ്പം, അതിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ലൈറ്റ് താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ലൈറ്റ് കിട്ടും, കുറച്ചും കൂടി ലൈഫും കൂടുതലാണ്, എഫിഷ്യൻസി കൂടുതലാണ് ഇത്രയും നമ്മൾ ഡ്രൈവർ ബോർഡ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു DC വയർ, അതിൻ്റെ തലപ്പത്തൊരു പിന്നുണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഈ സോക്കറ്റിലാണ് വെക്കുക. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമുക്കതിൻ്റെ ഒരു ക്യാപ്പ്, B22 ക്യാപ്പ് വേണം. ഓക്കെ, പിന്നെ ഇതതിൻ്റെ ബോഡിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബാറ്ററിയിൽ ഈ DC വയർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പ്ലസ്സും മൈനസും മാറിപ്പോരുത്. ഇപ്പോൾ നോക്കൂ, ഈ വയറിൻ്റെ ഈ ചോപ്പാണ് പ്ലസ്, ബ്ലാക്ക് നെഗറ്റീവ്. നമുക്കറിയാം, സാധാരണ നമ്മൾ എപ്പോഴും റെഡാണ് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഈ ബാറ്ററിയുടെ നോക്കൂ, ബാറ്ററിയുടെ മുകളിൽ ഉണ്ടായിരിക്കും, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആദ്യം ഇവിടെ ഒന്ന് എന്ത് ചെയ്യുക, സോൾഡർ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ പോസിറ്റീവ് ഭാഗത്ത് ഈ റെഡ് വയർ സോൾഡർ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇപ്പം നമ്മൾ ബാറ്ററിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേസിൻ്റെ ഉള്ളിൽ ഈ ബാറ്ററി ഫിക്സ് ചെയ്യാം. ചെറിയൊരു ഇൻസുലേഷൻ ടാപ്പ് ജസ്റ്റ് അതിൻ്റെ മുകളിലും ചുറ്റുണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബോഡിയിലേക്ക് ഈ ബാറ്ററിയും അതുപോലെ തന്നെ ഈ ഡ്രൈവർ ബോർഡും ഫിക്സ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയൊരു സ്പേസ് കാണും, ആ വയറിന് വരാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മൾ വെക്കുക.
ഡ്രൈവർ ബോർഡ് ഫിക്സ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഡ്രൈവർ ബോർഡിന് നോക്കൂ, ഇവിടെ 4 വയർ കാണാം അല്ലേ. അപ്പോൾ ഇവിടുന്ന് 2 വയറുണ്ട്. ഈ 2 വയറാണ് AC ലൈനിലേക്ക് കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ ഈ LED പാനലിലേക്ക് കൊടുക്കാനുള്ള വയറാണ് ഈ 2 വയർ. പിന്നെ ഇവിടെ ഒരു സോക്കറ്റ് കാണാം. നമുക്ക് നേരത്തെ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു സോക്കറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 വയർ കൂടി പുറത്തേക്ക് എടുക്കണം. ഈ ബാറ്ററിയുടെ അറ്റം ഇതിൻ്റെ ഇവിടെ മുട്ടുന്നത് വരെ നമ്മൾ കറക്റ്റാക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ 2 വയർ മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. ഈ B22 ക്യാപ്പ് ഫിക്സ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യാപ്പിൻ്റെ 2 ഹോള് കറക്റ്റാക്കിയിട്ട് വയ്ക്കുക, കറക്റ്റാക്കി വയ്ക്കുക. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ 2 വയർ സോൾഡർ ചെയ്യാം. കുറച്ച് ഫ്ലെക്സ് ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിടിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കറക്റ്റായിട്ട് ഇവിടെ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബൾബ് ഹോൾഡറിൽ വെക്കുമ്പോഴേ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ 2 സൈഡിലും നമ്മൾ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് ഈ ലെഡ് പിടിക്കണം. ഓക്കെ, നോക്കൂ, ഇതേപോലെ 2 സൈഡിലും പിടിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബാറ്ററിയും ഈ ഡ്രൈവർ ബോർഡും കൂടി അതിന് ഇളകി പോരാൻ പാടില്ല. അപ്പോൾ നമുക്കത് ഒട്ടിക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ DC പിന്ന് ആ സോക്കറ്റിലേക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാറ്ററിയിൽ നിന്നുള്ള ആ കണക്ഷൻ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഈ സോക്കറ്റിലേക്ക് ആ പിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വയർ കൂട്ടിമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ബോർഡ് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലൂ ഗണ്ണ് ഓൺ ആയിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് എന്തിനങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ബാറ്ററി അതിന് പെട്ടെന്ന് ഊരി പോരായിരിക്കാം. നമ്മൾ ബൾബ് എപ്പോഴും കുത്തനല്ലേ വെക്കുക, അങ്ങനെ വെക്കുന്ന സമയത്ത് അതിന് ഊരി പോരായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേമാതിരി നമ്മൾ ഈ വയറിൻ്റെ മുകളിൽ, ഈ ബാറ്ററിയിൽ നിന്ന് കൊടുത്ത വയറിൻ്റെ മുകളിലും ചെറുതായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഷോർട്ടാവുന്നില്ല. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഗമ്മിട്ടിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. LED പാനൽ ഇതിൻ്റെ മുകളിലൊന്ന് ഉറപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അത് സ്ക്രൂ ചെയ്യാനുള്ള ഹോളൊക്കെ അതിലുണ്ട്. പക്ഷേ ഈ സ്ക്രൂവും ഈ ചിലപ്പോൾ ഈ PCBയുടെ ഹോളും ഈ സ്ക്രൂവും കൂടി മാച്ചിങ് ആവില്ല. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഗമ്മിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഗമ്മുണ്ട്, ഗമ്മിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. എന്നിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ LED പാനൽ അതിൽ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ വേറെ ഹീറ്റ് സിങ്ക് ഒന്നും വെക്കുന്നില്ല. ഓക്കെ, ആ LED പാനലിൻ്റെ മുകളിൽ തന്നെയുള്ള ഹീറ്റ് സിങ്കാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ഈ LED പാനലിലുള്ള ഈ ഒരു ബോഡിയുടെ ഭാഗം ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്, ഇവിടെ കണ്ടോ, ഒരു ചെറിയൊരു ചാലുണ്ട് ഇവിടെ. അപ്പോൾ ഈ ലോക്കിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് വേണം. അതിന് മുന്നേ എന്ത് ചെയ്യുക, അത് 2 കൂടി വെച്ചിട്ട് ഈ വയർ കറക്റ്റായിട്ട് പുറമേക്ക് എടുക്കുക. ശ്രദ്ധിക്കണം, അത് കൂട്ടിമുട്ടാൻ നോക്കണം കേട്ടോ. നമ്മൾ 2 വയറും കൂടി ജസ്റ്റ് ഇതിനുള്ളിൽ കൂടെ കറക്റ്റായിട്ട് പുറമേക്ക് എടുക്കുക. ഓക്കെ, പുറമേക്ക് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഫിക്സ് ചെയ്യണം. അതിനോട് ചെറിയൊരു ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ലോക്ക് നോക്കിയിട്ട് നമ്മൾ അമർത്തണം, പ്രസ് ചെയ്യണം. അമർത്തി കഴിഞ്ഞാൽ ലോക്കായി. ഇപ്പോൾ നമ്മൾ ആ ബോഡിയിലേക്ക് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ഒരു പണിയും കൂടിയേ ഉള്ളൂ, ഈ LED-യുടെ ഈ 2 വയർ LED-ക്ക് കൊടുക്കാൻ വേണ്ടത്. ശ്രദ്ധിക്കണം, ഇവിടെ പ്ലസ്സും മൈനസും നമ്മൾ കറക്റ്റ് നോക്കണം. ചോപ്പ് വയറാണ് പ്ലസ്, ഈ ഒരു ഗ്രേ കളറാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണം. കുറച്ച് 2ലേക്കും കുറച്ച് പേസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, പ്ലസ് വയർ പ്ലസ്സിലേക്കും മൈനസിലേക്ക് കൊടുക്കും. മാറിപ്പോവരുത്, മാറിക്കഴിഞ്ഞാൽ ബൾബ് കേടുവരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ കഴിഞ്ഞു. ഇത്രയാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. ആകെ ഒരു 6 വയറാണ് ഇവിടെ സോൾഡർ ചെയ്യാനുള്ളത് അല്ലേ. 2 വയർ ഇവിടെ ഈ ക്യാപ്പിലേക്കും, പിന്നെ ബാറ്ററിയിലേക്ക് 2 വയർ, പിന്നെ ഈ LED പാനലിലേക്ക് 2 വയർ, ഇങ്ങനെ 6 വയറാണ് സോൾഡർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ലൈന് കൊടുക്കാതെ ചെക്ക് ചെയ്യാം. കണ്ടോ, നമ്മൾ കൈ തൊടുമ്പോൾ തന്നെ അത് കത്തുന്നുണ്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിഫ്യൂസർ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ലൈനിൽ കൊടുത്ത് നോക്കാം. ഡിഫ്യൂസർ ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ചെറിയൊരു കട്ടിങ് കാണും. ആ കട്ടിങ് കറക്റ്റാക്കി വെച്ചിട്ട് വേണം അത് ലോക്ക് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ലോക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കത്തുന്നുണ്ട് കണ്ടോ. നമ്മളിനി ഒന്ന് ലൈനിൽ കൊടുത്ത് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഇവിടെ നമ്മുടെ ഒരു ബൾബ് ഉണ്ട്. ഇത് സാധാരണ LED ബൾബാണ്, ഞാൻ നൂരാണ്. ഓക്കെ, നമുക്കൊന്ന് കൊടുത്ത് നോക്കാം.
ഓക്കെ, നമ്മുടെ ബൾബ് കത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ സാധാരണ ഇപ്പോൾ ലൈനിൽ കത്തുന്നുണ്ട്. ഇനി ലൈന് പോയി കഴിഞ്ഞാൽ ഇത് കത്തുമില്ല എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബൾബിൻ്റെ സോൾഡറിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. അതായത് നമ്മൾ ഈ ക്യാപ്പ് ഒന്ന് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതൊന്ന് ഊരിപ്പോരും. ഇപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിന് നമ്മൾ ഈ ഒരു ഉപകരണം, ഇതിൻ്റെ പേര് പഞ്ചിങ് മെഷീൻ എന്നാണ്. ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഈ ക്യാപ്പ് ലോക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളിത് കറക്റ്റ് ഇതിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ പഞ്ചിങ് മെഷീൻ ഒന്നിട്ട് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്ര ആക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ബൾബ് അവിടെ കറക്റ്റായിട്ട് ലോക്കായി, ഇനി ഊരി പോരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഇൻവെർട്ടർ ബൾബിൻ്റെ നിർമ്മാണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ബൾബിൻ്റെ കിറ്റ് എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് അല്ലേ? ഏകദേശം എത്ര രൂപയാവും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കിറ്റിൽ നോക്കൂ, ഇതിൻ്റെ എല്ലാ പാർട്സും ഉണ്ടായിരിക്കും. അതിന് പുറമെ അതിൻ്റെ ഒരു പാക്കിംഗ് കവർ കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെ കവർ അടക്കമുള്ള കിറ്റാണ് നമുക്ക് വരുന്നത്. ഒരു കിറ്റിന് 200 രൂപയോളം അവർക്ക് കൊടുക്കണം. പിന്നെ കൊറിയർ ചാർജും വരുന്നുണ്ട്. അപ്പോൾ 200-210 രൂപയൊക്കെ ആവറേജ് വരുന്നത്. ഇതിൻ്റെ കിറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാവുന്ന കുറേ കമ്പനികളുണ്ട്. താല്പര്യമുള്ളവർ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി ഈ ബൾബുകളുടെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ 5 ബൾബുകൾ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 5 ബൾബുകളും ഞാൻ കിറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബൾബുകളാണ്. അപ്പോൾ അത് ആ 5 ബൾബിനും ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നുമുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 4 മണിക്കൂറൊന്നും രാത്രി സമയങ്ങളിൽ തുടർച്ചയായിട്ട് കറണ്ട് പോകാറില്ല. ഏറിക്കഴിഞ്ഞാൽ അരമണിക്കൂറൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അത്തരം സമയങ്ങളിൽ നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന ലാമ്പുകളാണ് ഈ ഇൻവെർട്ടർ ലാമ്പ്. അപ്പോൾ ഇങ്ങനത്തെ ലാമ്പ് നമ്മളൊരു 5 എണ്ണമൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിയാൽ ഏകദേശം ഒരു 1500 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ബൾബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ബൾബ് നമ്മുടെ വീട്ടിലെ ഒരു ഹോൾഡറിൽ ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയതിന് ശേഷം നമ്മൾ കറണ്ട് ഉള്ളപ്പോൾ അത് കത്തുന്നുണ്ടാവും. കറണ്ട് പോയി കഴിയുമ്പോൾ അത് കത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.